നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജ്യോതിഷ ചാനലിലാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ പുതുവർഷം എന്ന് പറയുമ്പോൾ 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓരോ രാശിക്കാർക്ക് 2026 ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോ രാശിക്കാരും നമ്മൾ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളുക. നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ വരുന്നതിനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം എന്ന് പറയണേ ചിങ്ങം 1 തൊട്ട് കർക്കിടകം വരെയും, ജ്യോതിഷികൾ ഞങ്ങളെപ്പോലുള്ളവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വിഷുഫലത്തിനാണ്. മേടം 1 തൊട്ട് മീനം വരെയും. പക്ഷേ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ ലോകമെമ്പാടും ഉള്ള ആൾക്കാർ നോക്കുന്നതാണ് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ. ഇതിനാണ് ഏറ്റവും ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇന്ന് വൃശ്ചികൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികൻ രാശി. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ പുതുവർഷത്തെ ചിന്തിക്കുമ്പോൾ വൃശ്ചിക രാശിക്കാർക്കും സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന വർഷം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ശനിയൊന്നുമില്ല, ശനിയുടെ ബന്ധവുമില്ല, ശനിയുടെ ദൃഷ്ടിയില്ല. പക്ഷേ നമുക്ക് ഐശ്വര്യത്തെ തരുന്ന ആളായ വ്യാഴഭഗവാൻ 8ലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. എവിടെ നിൽക്കുന്നു? 8ലെ അഷ്ടമത്തിലെ വ്യാഴം കഷ്ടനഷ്ടങ്ങളെ കൊടുക്കും. രോഗവും നഷ്ടവും അസ്വസ്ഥതയും വരുത്തും. അപ്പോൾ ഏതുവരെ ഉണ്ട്? സുഖ ദുഃഖ ഫലത്തെ എന്ന് പറയുന്നത് മെയ് മാസം വരെ 8ൽ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ 9ലേക്ക് വരികയാണ്. അപ്പോൾ ഒരു 5 മാസക്കാലം നിങ്ങൾ സൂക്ഷിക്കണം. പ്രധാനമായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ സമയത്തിന് മാറില്ല. ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. സ്വസ്ഥത കുറവ് വരും. ഇപ്പോൾ ടെൻഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ദോഷഭാവങ്ങളിൽ നിന്ന് അപ്പോൾ സാമ്പത്തിക നഷ്ടം വരും, കാര്യതടസ്സം വരും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനിടയുള്ളത് കൊണ്ട് ഇതിനെ അതിജീവിച്ച് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വേഴനെ തന്നെ പ്രീതിപ്പെടുത്തണം. വേഴനെ പ്രീതിപ്പെടുത്തിയാൽ ഗുരുവാണ്, മഹാഗുരുവാണ് വേഴം, ബൃഹസ്പതി. പെട്ടെന്ന് ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വേഴം അത് മാറ്റിത്തരും. അപ്പോൾ വേഴനെ പ്രീതിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ആ പരിഹാരങ്ങൾ ചെയ്തു പോകണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. ഇപ്പോൾ വേഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതിന് ഒപ്പം തന്നെ വേഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ പരിഹാരങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യണം. വിഷ്ണുവിൻ്റെ മന്ത്രം ജപിച്ച് കൊണ്ടുപോകണം. ഒക്കെ ചെയ്തുമ്പോൾ ഇതങ്ങ് മാറിക്കിട്ടും. മെയ് കഴിയുമ്പോൾ കാര്യങ്ങൾ സ്മൂത്താവും, നമ്മൾ ട്രാക്കിലാവും. ഈ ഇത്രയും ദിവസം ചെയ്യുന്ന പരിഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് അതിന് ശേഷം നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴേ പ്രയത്നിക്കണം. ഇപ്പം നമുക്ക് ഫലം കുറഞ്ഞു എന്ന് പറഞ്ഞ് ടെൻഷൻ വേണ്ട. വാഴ നട്ട് പിറ്റേന്ന് കൊല മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് അതിന് ശേഷം നമുക്ക് ലഭ്യമാവും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചാനലിലൂടെ അതാത് സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആണ് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്ന സമയത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് നിങ്ങൾ അറിയും. അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള
അവസ്ഥകൾ നമ്മളെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ഉണ്ടെങ്കിൽ അവരും കൂടി അറിയിട്ട് അവരും അതിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോട്ടെ. അപ്പോൾ മറ്റുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ദുബായിൽ കൺസൾട്ടേഷൻ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് നമുക്ക് ഓഫീസുള്ളത്. അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ദുബായിൽ കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് സ്ഥാപനത്തിൽ എല്ലാ മാസവും നിശ്ചിത ദിവസം കൺസൾട്ടേഷൻ ഉണ്ട്. അതുപോലെ ദുബായിൽ തന്നെ NTV എന്ന് പറഞ്ഞ ചാനലിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേയും 1 മണിക്കൂർ നേരം 12 തൊട്ട് 1 മണിക്കൂർ നേരം 1 മണി വരെ. അതുപോലെ അമേരിക്ക പോലെ രാജ്യങ്ങളിലും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വൃശ്ചിക രാശിക്കാർക്കും കുറച്ച് കൊള്ളൂല എങ്കിലും അത് കുറച്ച് ദിവസമേ കൊള്ളാതെ ഉള്ളൂ. അതുവരെ സൂക്ഷിച്ച് പരിഹാരങ്ങൾ ചെയ്ത് പോകണം. അത് കഴിഞ്ഞ് സ്മൂത്താവും. നമ്മൾ കുറച്ച് ദൂരം കട്ട റോഡിലൂടെ കയറിയിട്ട് ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.